നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കേസെടുക്കാൻ പോലീസ്. ഗൂഢാലോചനയ്ക്ക് കേസെടുക്കാനാണ് പോലീസിന്റെ തീരുമാനം. എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ ഹാജരായ നടൻ ഷൈൻ ടോം ചാക്കോയുടെ ചോദ്യം ചെയ്യൽ ഇപ്പോൾ 4 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ നോക്കാം. എന്താണ് ഇനി പോലീസിന്റെ അടുത്ത നീക്കം? ബിനിൽ, രാഗിൻ എന്നിവർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. രാഗിനിലേക്ക്, എന്താണ് പോലീസ് ഇതുവരെ 4 മണിക്കൂർ പിന്നിട്ട് കഴിയുന്ന ഒരു ഘട്ടത്തിൽ നിഗമനങ്ങളിലേക്ക് എത്തുന്നു? ഈ മൊഴികളിലൊക്കെ തന്നെ അപ്പാടെ വൈരുദ്ധ്യം എന്ന നില നിൽക്കുകയാണോ? വൈദ്യപരിശോധനയിലേക്ക് കടക്കുമോ? അങ്ങനെയെങ്കിൽ അടുത്ത സ്റ്റെപ്പ് കേസടക്കമുള്ള കാര്യങ്ങളിലേക്ക്, ഏത് സാഹചര്യങ്ങളിലേക്ക് പോകുമെന്നാണ് മനസ്സിലാക്കുന്നത്? രാഗിൻ, ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് വളരെ സുപ്രധാനമായൊരു നീക്കത്തിലേക്ക് പോലീസ് ഇപ്പോൾ കടക്കാൻ പോകുന്നു. ഷൈൻ ടോം ചാക്കോക്കെതിരെ കേസെടുക്കാനാണ് പോലീസിന്റെ നീക്കം. അതായത് ഗൂഢാലോചന ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കേസെടുക്കുന്ന കാര്യമാണ് ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായൊരു നടപടിക്രമങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. നമുക്കിപ്പം ഇപ്പോൾ ബിനിൽ കൂടി ചേരുന്നു. ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം, ഷൈൻ ടോം ചാക്കോക്കെതിരെ കേസെടുക്കാനാണ് അല്ലേ പോലീസിന്റെ തീരുമാനം? പോലീസ് ആ രീതിയിലാണ് തീരുമാനിക്കുന്നത്. നമ്മൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ നൽകുന്ന വിവരം അനുസരിച്ച് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കേസെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നു. ആ നടപടിക്രമങ്ങൾ തുടങ്ങിയിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. NDPS ആക്ട് പ്രകാരമുള്ള കേസാണ് ഇപ്പോൾ പോലീസ് ആലോചിക്കുന്നത്. അതിനുശേഷമാണ് ആ കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഷൈൻ ടോം ചാക്കോയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കുക. വൈദ്യപരിശോധന എന്ന് പറയുമ്പോൾ ലഹരി പരിശോധന തന്നെയാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. തലമുടിയും സ്രവവും പരിശോധിക്കുക, ആ തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഒന്നെങ്കിൽ എറണാകുളം ജനറൽ ആശുപത്രിയിൽ, അല്ലെങ്കിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ, സർക്കാർ ആശുപത്രിയിൽ തന്നെയായിരിക്കും ആ വൈദ്യപരിശോധന പോലീസ് നടത്തുക. 1.5 വരെ വിശദമായ ചോദ്യം ചെയ്യലായിരുന്നു. അതിനുശേഷമാണ് ഉദ്യോഗസ്ഥർ ആ തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. മുതിർന്ന ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചന നടത്തി 3 അസിസ്റ്റന്റ് കമ്മീഷണർമാരുടെ നേതൃത്വത്തിലായിരുന്നു ഈ ചോദ്യം ചെയ്യൽ. അതിനുശേഷമുള്ള അവരുടെ തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഷൈൻ ടോം ചാക്കോയെ ഇപ്പോൾ പുറത്തേക്ക് ഇറക്കും. വളരെ പ്രധാനപ്പെട്ട നടപടികളിലേക്ക് ഇപ്പോൾ പോലീസ് കടന്നിരിക്കുന്നു. ഷൈൻ ടോം ചാക്കോയെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അത് വൈദ്യപരിശോധനയ്ക്ക് വേണ്ടിയായിരിക്കാം. ശവവും തലമുടിയും പരിശോധിക്കും. ഈ കേസുമായി ബന്ധപ്പെട്ട് രാവിലെ 10 മണിയോട് ഹാജരായ ശേഷവും പല കഥകളും പറയുന്നുണ്ട്. പേടിച്ചാണ് താൻ ഓടിയത് എന്നാണ് പറയുന്നത് പോലീസിന്റെ മുന്നിൽ. അപ്പോൾ ലഹരി പരിശോധിക്കണം, ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ കൃത്യത വരുത്താൻ വേണ്ടിയുള്ള വൈദ്യപരിശോധനയിലേക്കാണ് ഇപ്പോൾ കടക്കാൻ പോകുന്നത്. ഷൈനുമായി ഇപ്പോൾ കൊച്ചിയിലെ പോലീസ് സംഘം വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുവരെ ലഹരി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് റെയ്ഡിന് ഡാൻസ് ഓഫ് എത്തിയപ്പോൾ എന്തുകൊണ്ടാണ് ചാടി ഓടി, മുകളത്തെ നിലയിൽ നിന്നും ചാടി ഓടിയത്, തമിഴ്നാട്ടിലേക്കാണ് ഓടിയത്? അതിന് വ്യക്തമായ ഉത്തരം ഷൈൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് പോലീസിനെ സംബന്ധിച്ചോളം ഗൂഢാലോചനയ്ക്ക് കേസെടുക്കാൻ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. അതിന് മുന്നോടിയായി സ്രവവും മറ്റ് തലമുടി ഉൾപ്പെടെയുള്ള മറ്റ് സാമ്പിളുകളൊക്കെ തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. അത് പരിശോധിച്ചു കഴിഞ്ഞാൽ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന കാര്യം അറിയാൻ കഴിയും. അപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇനി യൂറിൻ പരിശോധിക്കുമോ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റായി പറയപ്പെടുന്നുണ്ട്. അപ്പോൾ യൂറിൻ പ്രത്യേക പരിശോധന നടത്തിക്കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ കൊക്കൈൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൻ്റെ സമയപരിധിക്കുള്ളിൽ കണ്ടെത്താൻ കഴിയുമെന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. അപ്പോൾ ആ നിലയ്ക്കുള്ള പരിശോധന പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ അസാധാരണമായ ഒരു കേസായി ഇത് മാറുകയാണ്.